ശേഷം ഞാൻ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തി ആണ്. അപ്പോഴും കണ്ടില്ല പോടി ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യം വെച്ചിട്ട് അത് കെട്ടാൻ വേണ്ടിട്ട് പ്ലാസ്റ്റിക് എടുത്തോണ്ട് പോയപ്പോണ്ടോ നിലത്ത് കിടക്കും. കാറിന്റെ സാധനം എന്ത് കാറിന്റെ പോയത്? കാറിന്റെ എന്താണ് പോയതെന്ന് പറയും. കാറിന്റെ ഒന്നുമല്ലടി, അത് വൈപ്പറിന്റെ. ഈ സാധനം തെറിച്ചു പോയി. മറ്റേ നടക്കുന്നത് ചെളിയാണ്. ഇത്ര ചെളി പിടിച്ച വണ്ടിയാണ് കൊണ്ട് നടക്കുന്നത്. അതല്ലെങ്കിലും ചെളി പിടിച്ച വണ്ടിയാണ് കൊണ്ടു നടക്കാൻ പറയുന്നത്. എന്തൊരു ചെളിയാന്ന് നോക്കിക്കേ. ഇതിന് ഞാൻ ഉത്തരവാദിയല്ല. എന്താണ് അപ്പൊ ഇത്ര ചെളിയായിട്ടിരിക്കാൻ കാരണം? ബിസി ഷെഡ്യൂൾ മൂലം കാർ ക്ലീൻ ചെയ്യാം. ഇത് ഞാൻ ഇടണമെന്ന് ഞാൻ 2 വട്ടം 3 വട്ടം ചിന്തിക്കാം. ഈ പോർഷൻ ഞാൻ ഇടണോ മമ്മി? ഇട്ടാ അങ്ങനെ വഴക്ക് പറയുമോ? ഓക്കെ. പിന്നെ നമ്മളിവിടെ നെല്ലിക്ക വാങ്ങിയിട്ടുണ്ട്. നെല്ലിക്ക ഉപ്പിട്ട് പുഴുങ്ങി. അതായത് കഴിഞ്ഞ പ്രാവശ്യം അമ്മച്ചി, അതായത് ഞങ്ങളുടെ അമ്മച്ചി എന്താ പറയാ, എന്താ നമ്മുടെ അമ്മച്ചി. അപ്പോൾ അമ്മച്ചി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പം നെല്ലിക്കാച്ചാർ തന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, അത് എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ കുറേ കാലം കൂടിയാണ് നെല്ലിക്കാച്ചാർ കഴിച്ചത്. അതുകൊണ്ടും കൂടെ ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരുന്നു ഉള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ചോറും നെല്ലിക്കാച്ചാർ മാത്രം, ചൂട് ചോറും നല്ല എരിവുള്ള നെല്ലിക്കാച്ചാറും കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെന്താ പറയുക, അപ്പോൾ അത് തീർന്നപ്പോൾ സാധാരണ അമ്മച്ചി ഞങ്ങൾക്ക് വെളുത്തുള്ളി അച്ചാറാണ് തന്നുവിടാറ്. പക്ഷേ വെളുത്തുള്ളി അച്ചാറിനെ കടത്തി വെട്ടിക്കൊണ്ടാണ് നെല്ലിക്കാച്ചാറിൻ്റെ പെർഫോമൻസ് ആയത്. അതിൻ്റെ ഇത് ഇട്ടില്ലല്ലോ, കഴിഞ്ഞില്ലേ? കാണിച്ചു കൊടുക്കാൻ. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ് എന്താന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നെല്ലിക്ക അച്ചാർ ഒന്നും കൂടി ഇടാമെന്ന്. അമ്മച്ചി വെച്ച പോലെ ആവുമെന്നറിയില്ല, എന്നാലും വിൽ ട്രൈ. പിന്നെ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇപ്പോൾ. പിന്നെ ഓക്കെ, നിങ്ങൾക്കൊക്കെ സുഖമാണോ? മമ്മിക്ക് എന്താണ് കുറേ നാളുകൾക്ക് ശേഷം വ്ളോഗിൽ വന്നപ്പോൾ പറയാനുള്ളത്? അതെ, കാരണം കുറച്ച് സ്വസ്ഥതയിൽ ഇരിക്കുന്ന സമയത്താണ് വ്ളോഗ് എടുക്കാനുള്ളൊരു. വ്ളോഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. വ്ളോഗ് എടുക്കുന്നു എന്നുള്ള സന്തോഷം, പിന്നെ ഉണ്ണി നല്ല മൂഡിലാണ് എന്നുള്ളതിൻ്റെ ഉണ്ണി ഹാപ്പിയാണ് എന്നുള്ളതിൻ്റെ ഒരു വലിയ ടെൻഷനൊന്നും ഇല്ലാത്ത സമയമാണ് എന്നുള്ളൊരു സമയം. 2 കാര്യങ്ങളാണ് വ്ളോഗിൻ്റെ കണ്ടന്റിലുള്ളത്. അത് സത്യമാണ്. പിന്നെ ചില സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് നല്ലൊരു സ്വസ്ഥത ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നല്ല സ്വസ്ഥതയോടെ ചെയ്താലാണ് ചില കാര്യങ്ങൾ നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ പിന്നെ ഇത് ചിലപ്പോൾ തുടങ്ങുന്ന സമയത്ത് നല്ല സ്വസ്ഥതയായിരിക്കും, ചിലപ്പം ഇടയ്ക്ക് വെച്ച് എന്താ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വേണമെങ്കിൽ സംഭവിക്കാം. അതാണല്ലോ ലൈഫ്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ചില സമയത്ത് ഉണ്ടാവണതുകൊണ്ടാണ് ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വ്ളോഗ് വന്നത്. അപ്പോൾ ശരി, അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? അപ്പോൾ ഞാൻ ഇനി 2 ഉള്ളി അരിയാൻ പോവാണ് ഈ ചിക്കന് വേണ്ടിയിട്ട്. അതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉള്ളിയാണ് ഇപ്പോൾ അരിയാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് നല്ല പാട്ടുകൾ അത് നമുക്ക് ഇവിടെ ലൗഡായിട്ട് ഇടേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും ചെയ്യണ സമയത്ത് അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കണമെങ്കിൽ നിങ്ങൾ
ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വയ്ക്കുക. അങ്ങനെ അതായത് ഇപ്പം നിങ്ങൾക്ക് പാത്രം കഴുകാൻ മടിയെന്ന് വയ്ക്കാം. പാത്രം കഴുകാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വയ്ക്കുക, പാത്രം കഴുകുക. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് മൊത്തം പാട്ടിലായിരിക്കും. അപ്പം അതോടൊപ്പം എന്താണ്, നമുക്ക് എൻജോയ് ചെയ്ത് പാത്രം കഴുകാനുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പം പിന്നെ ഓക്കെ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഉള്ളി എടുക്കട്ടെ. ഞാൻ വിചാരിച്ചു ഇതായിരിക്കും നല്ലതെന്ന്. പക്ഷേ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൈ വയ്ക്കാൻ നല്ലതാണ്. ട്രാവൽ ചെയ്യുമ്പോൾ നല്ലതാ. ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ആപ്പിളൊക്കെ കുടിക്കാൻ. അതെ, മറ്റേ മകൻ്റെ അച്ഛനല്ലേ ഇതിനകത്ത് എണ്ണ ആണല്ലേ. ഓക്കെ, ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ അടുത്ത് ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു, എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടമായ ഒരു സിനിമ ഓടും കുതിര ചാടും കുതിരയാണ്. നിങ്ങളത് കണ്ടോ എന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു ആ സിനിമ. അതിൽ സോങ്സ് ആണെങ്കിലും അതിൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് ആ ഫിലിം ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു. എന്നോടാണോ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ അതിന് ഭയങ്കര ച്യൂയ, അല്ലെങ്കിൽ അതാണ് ഈസിയർ. മമ്മിക്ക് ഓക്കെ ആണോ അത്? ഓക്കെ. അല്ലെങ്കിൽ പുഴുങ്ങിയിട്ട് ഫ്രൈ ചെയ്യുക, അപ്പം പെട്ടെന്ന് ഫ്രൈ ആവുമല്ലോ. ഇഷ്ടമായില്ല എന്നാൽ നമുക്ക് മിക്സ് ആക്കിയിട്ട് ഓക്കെ. മമ്മി എന്നോട് അടുക്കളത്തെ കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് ചിരിയാ വരിക. കാരണം മമ്മിയുടെ ചോദ്യം കേട്ടാൽ തോന്നി എനിക്ക് എല്ലാം അറിയാമെന്ന്. എന്നാലും മമ്മിയുടെ കഴിക്കണ അഭിപ്രായം നന്നായിട്ട് പറയാറിയാം. എയർ ഫ്രയറിൽ വെച്ച് ചെയ്യുമ്പോൾ എനിക്കൊരു എന്താ പറയുക, നമ്മുടെ അതായത് എണ്ണയിലിട്ട് വറക്കണ ഒരു പാനിലിട്ട് വറക്കണ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല. ഇതിൽ ഭയങ്കര ച്യൂയായിട്ടിരിക്കും. ഒരു പ്രാവശ്യം പൊട്ടറ്റോ ഞാൻ എയർ ഫ്രയറിൽ വെച്ചു. അതെൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം ആയിരുന്നു. പിന്നെ മേലെ ഞാൻ എനിക്കറിയില്ല. പക്ഷേ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ശരിയാവാനിട്ടായിരിക്കും. ഇതിവിടെ തന്നെ ഉണ്ടായ. ഇനി നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക് ഇടാം, കാരണം കുറച്ച് സെൽഫ് കെയർ ആവശ്യമാണ്. ലിപ്സ്റ്റിക് നെയിൽ പോളിഷ്. This is the color. I got this from West Side.
ചേർത്ത് വെച്ച് ഞാൻ ഇക്കരങ്ങളിൽ തോൽവികൾ അതിൻ്റെ പാടങ്ങൾ ഒന്നിച്ചു മറിയാൻ ഒന്നിച്ചോ. ഞാൻ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കേട്ട പാട്ടുകൾ ഏതൊക്കെയാണ് മമ്മിയുടെ മനസ്സിലുള്ളത്? മമ്മിയോട് ചോദിക്കാം. ഏത് പവിഴ മഴയോ? ആ ശരിയാ, അത് ഒരു 2018 കാലഘട്ടത്തിലാന്ന് തോന്നുന്നു. ഞാൻ അതെന്താ ടോപ്പിക്കിലേക്ക് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടില്ലേ അടികപ്പിയാരെ കൂട്ടമണിയത്തെ തലവര ഒന്നിച്ചു മറിയാൻ, ആ പാട്ടിനെ എപ്പോഴും വെക്കാറുണ്ട്. അപ്പം അത് ഓർത്തപ്പം അതെപ്പോഴും കേൾക്കാറുള്ളൊരു സമയം എനിക്ക് ഓർമ്മ വന്നത്, അതുകൊണ്ട് ഞാൻ ആ ടോപ്പിക്കിലേക്ക് വന്നത്. വേറൊന്നല്ല. ആണോ? ആ ശാരി പോയാൽ മേരി, അവളും പോയാൽ രാജേശ്വരി, ഒരു നാളിൽ കണ്ണിൽ നോക്കി പാടുന്ന എൻ്റെ മാവും പൂത്തേ നിൻ്റെ മാവും പൂത്തേ നമ്മുടെ മാവുകൾ പൂത്തേ പൂത്തേ. അടികപ്പിയാരെ കൂട്ടമണി എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. ഈ അടുത്തും കൂടെ ഞങ്ങൾ കണ്ടു. ഇടാൻ പോയ ഗ്യാപ്പിൽ ഇവിടെ കുറേ സ്റ്റെപ്പുകളൊക്കെ നടന്നിട്ടുണ്ട്, നമ്മൾ സ്കിപ്പായിപ്പോയി. പക്ഷേ ചിക്കനിപ്പം കുക്കറിലടുത്തിട്ട് വെച്ചു. മറവി നല്ലതാണ്, കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നതുകൊണ്ടാണ്. അത് ശരിയാ താൻ ഏതെങ്കിലും അത് ശരിയാണെന്ന് പാടും. അപ്പോൾ അതാ ഒരു മിനിറ്റ്. അത് തക്കാളി, സവോള, മസാല എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഇത് കുക്കറിൽ പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഇത് പറഞ്ഞു വന്നത് കുറേ കാര്യങ്ങൾ നമ്മൾ മറക്കണതുകൊണ്ടാണ് നമുക്കധികം സങ്കടം തോന്നാത്തത്. ചില കാര്യങ്ങൾ മറക്കണം. അതെ, എല്ലാ കാര്യങ്ങളും ഓർത്തിരുന്നാൽ നമുക്ക് കുറച്ച് സങ്കടം വരും. ചില കാര്യങ്ങൾ മറക്കുന്നത് നല്ലതാണ്. ആ ചില സമയത്ത് മറവ് നല്ലതാണ്. പക്ഷേ എന്നാൽ നമ്മൾ എന്താ പറയുക, നല്ല നല്ല കാര്യങ്ങൾ മറക്കാനും പാടില്ല. കാരണം അല്ലേ, നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർക്കണം. കാരണം ഇതൊക്കെ ഉണ്ടായല്ലോ എന്നാലോചിച്ച് നമുക്ക് സന്തോഷിക്കല്ലേ. അതെ, ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രേറ്റ്ഫുൾ ആയിട്ട്. എനിക്ക് ഇത് വെച്ച് ഞാൻ ഈ കരങ്ങളിൽ തോൽവികൾ അതിൻ്റെ പാടങ്ങൾ പ്രാണനാഥനായി ചാരത്തെത്തുമ്പോൾ ഈ ദൈവസുന്ദര ഉള്ളിൽ ആരാധിക്കും. പുലർമഞ്ഞും ഗുണമില്ലെന്നച്ഛൻ മൊഴിയും 10ൽ 10 ഞാനും മൊഴിയും തളരില്ല പതറില്ല ഇന്നി വഴിയും വളരുകയില്ല ജീവിതം ഒരു മരണമായി ഞാനത് കൊല്ലമ്മ എന്നെ കനവാതെ കണ്ടാലും കൊണ്ടാലും കഥയൊന്നും മാറില്ല, അവളെൻ്റെതാണല്ലോ. കളയണ്ട പടവെട്ടി മഞ്ഞുമാരോടും മന്ദാര തീരത്തില നിങ്ങൾ ചമയങ്ങയ ഉല്ലാസഗായികെ നായകനീ ഞാനേ
തള്ളി തുറന്നു നീ പ്രാണനാഥനായി നീ ചാരത്തെത്തുമ്പോൾ രാവും എസ് പിതാവേ പിതാവേ അപ്പൊ ഫോൺ അടിച്ചത് പക്ഷേ വിളിച്ചതല്ലേ ഇതവിടെ നട്ടി എന്തിന് എന്താ കാര്യത്തില് വൈറ്റ്നർ കണ്ട കാലം മറന്നു. അപ്പൊ പാപ്പ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ കാർ ക്ലീൻ ചെയ്യാണ്. പപ്പയ്ക്ക് എൻ്റെ വ്യൂവേഴ്സിനോട് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. വിധി ആരെങ്കിലും സബ്സ്ക്രൈബ് തരണമെങ്കിൽ ഇട്ടിട്ട് ഓടിക്കോ. നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്കുന്നതാണോ അപ്പൊ ഉദ്ദേശിച്ചത്? അതായത് നിങ്ങൾക്ക് ആ ഒരു ഇത് വേണമെങ്കിൽ എടുക്കാം. നിങ്ങളുടെ സമയം കളയാതെ ഓടി രക്ഷപ്പെടാനാണ് പപ്പ പറയുന്നത്. ശരി എന്നാ. വെറുതെ നീ മൊഴിയണ്ട സമയങ്ങൾ കളയണ്ട അവളെൻ്റെതാണല്ലോ, അങ്ങനെയാണ് പപ്പയും പറഞ്ഞത്. പപ്പയോട് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവരെ സമയം വെറുതെ കളയാണ്ടവരോട് എങ്ങോട്ടെങ്കിലും പൊക്കോളാൻ. മഞ്ഞുമാനോടും തിങ്കൾ ചമയങ്ങൾ. അപ്പം ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളിവിടെ നിൽക്കണോ പോണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ ഞാൻ ആരും നിർബന്ധിക്കില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം വിചാരിക്കുന്നുള്ളൂ. ഇപ്പോൾ എന്താണെങ്കിലും അതെ, അത് ഒരു കാര്യം. അതായത് ഇപ്പോൾ ചെയ്യുന്ന കാര്യം തന്നെ ലൈക്ക് എനിക്ക് ഹാപ്പിനെസ് തരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മളെന്തെങ്കിലും ഒരു എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവും. സോ നിങ്ങൾക്ക് അത്ര ഒരു എന്താ പറയുക, ഏതെങ്കിലും ഒരു സിനിമ ഇപ്പോൾ കാണണം, ഒരു നല്ല റിലാക്സ് ചെയ്യണം തോന്നുകയാണെങ്കിൽ അടികപ്പിയുടെ കൂട്ടമണി കാണണം എന്നാണ് ഞാൻ പറയുക. അല്ലെങ്കിൽ നിങ്ങൾ ഓടുമുതൽ ചാടുമുതൽ കാണണം. ഇതിലേതെങ്കിലും കണ്ടില്ല നിങ്ങൾ ഹാപ്പി ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ പലർക്കും ഞാൻ സെലക്ട് ചെയ്യുന്ന മൂവീസ് ഇഷ്ടപ്പെടാറില്ല. ഓക്കെ, ആരെ കണ്ടാലും കുളിരെ കൊണ്ടാലും ആരില്ല അവനെൻ്റെതാണ്. എന്താ പറയുക, ഈ അടുത്ത് ചുമ വന്നപ്പം എന്താ പറയുക, എൻ്റെ സ്റ്റുഡൻ്റ് എന്നോട് പറഞ്ഞു, അത് പറയല്ലേ നീ? ഓക്കെ, എന്താ പറയുക, ഭയങ്കരമായിട്ട് ചുമ വന്ന സമയത്ത് എൻ്റെ സ്റ്റുഡൻ്റ് എന്നോട് പറഞ്ഞു, മിസ് എന്താ പറയുക, പനിക്കൂർക്കയും തേനും കൂടെ കഴിക്കുക, അത് നല്ലതാ ചുമയ്ക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ പനിക്കൂർക്ക അപ്പോൾ എന്ത് ചെയ്തു, മമ്മി ചൂടുവെള്ളത്തിൽ ഇട്ടെനിക്ക് തരാൻ തുടങ്ങി. വിച്ച് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ്. കാരണം അത് കുടിക്കുമ്പോൾ നല്ല വെള്ളം കുടിക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഫ്ലാസ്കിൽ നമ്മൾ അങ്ങനെ ചൂടുവെള്ളം കൊണ്ടുപോകുമ്പോൾ ആ വെള്ളത്തിനൊരു ഫ്ലേവറും ഉണ്ട്, തൊണ്ടയ്ക്ക് നല്ലതാണ്. അതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ്. നിങ്ങൾക്ക് ചുമ വന്നാൽ നിങ്ങൾക്കത് ട്രൈ ചെയ്യാം. അത്രയേ ഉള്ളൂ, അത് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കനവാരി കണ്ടാലും കുളിരെ കണ്ടാലും കടയൊന്നും മാറില്ല അവളെൻ്റെതാണല്ലോ. അമ്മ ബിരിയാണി കഴിക്കില്ല, അല്ലെങ്കിൽ മന്തി ഒന്നും കഴിക്കില്ല. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ചപ്പാത്തി ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അമ്മ മീൻസ്
my grandmother. Ammachi is also my grandmother. Ammachi is my maternal grandmother. Amma is my paternal grandmother. അങ്ങനെ ഞാൻ പറഞ്ഞൊക്കെ ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് എൻ്റെ മമ്മിയുടെ മമ്മിയാണ് അമ്മച്ചി, പപ്പയുടെ അമ്മയാണ് അമ്മ. സോ അതൊക്കെയാണ്. അപ്പോൾ അമ്മ ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ചപ്പാത്തി തന്നെ അമ്മ ഈ അടുത്താണ് കഴിക്കാൻ തുടങ്ങിയതല്ലേ. അത് അപ്പം ചപ്പാത്തിയിലൊരു ട്രൈ ചെയ്തു. അപ്പോൾ ആ ട്രൈയിൽ അമ്മ വീണു. പക്ഷേ ബിരിയാണി ഞാൻ ഒരുപാട് പ്രാവശ്യം അമ്മയോടൊന്ന് ട്രൈ നടന്നില്ല. അമ്മ വേറെ എവിടെ നിന്നും ചപ്പാത്തിയൊന്നും നമ്മൾ കഴിക്കില്ല. പക്ഷേ മമ്മ ഉണ്ടാക്കിയത് അമ്മയ്ക്ക് ഇഷ്ടമാണ്. സോ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഇതിവിടുത്തെ ഗ്രാനൈറ്റ് ഇട്ടതിൻ്റെ ബാക്കിയാണ്. ഇതാണ് നമ്മുടെ ഫ്ലോറിലിട്ടതിൻ്റെ ബാക്കി ഗ്രാനൈറ്റ്. ഒരു പീസ് എടുത്ത് വെച്ച് ചപ്പാത്തി വെക്കാൻ വേണ്ടി വെച്ചേക്കാം. അതിന് വേണ്ടി എടുത്ത് വെച്ചതാണ്. ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. നല്ല ഇതിൻ്റെ സർഫസ് നല്ല സ്മൂത്താണ്. സോ ഇറ്റ്സ് ഗുഡ്. ഇതേ കിടക്കണ വാ. അതെ, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഉണ്ടല്ലേ? ആ ലുക്ക് തന്നെ ഉണ്ടാകും. വേഗം കഴിച്ചോ, വേഗം കഴിച്ചോ. കുറേ പീസുണ്ട്. പപ്പ എടുത്തോണം. ഞാൻ എടുത്തിട്ടില്ല. അത് ഈ റൈസ് മാത്രം മതി. അതായത് എൻ്റെ കൂടെ മന്തി കഴിക്കാൻ വരുന്നവർക്ക് ലാഭ. അവർക്ക് ഏറ്റവും വലിയ പീസ് എടുക്കാം. എനിക്ക് കുഞ്ഞു പീസ് മാത്രം മതി. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു ചിരിച്ച് എൻ്റെ മേത്തേക്ക് ഒറ്റ തുപ്പല്. കുഞ്ഞിതായോണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഓക്കെ, അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞു. മന്തി കഴിച്ച് ടയേർഡായിപ്പോയി. നീ നല്ല അടിപൊളി മന്തിയായിരുന്നു. ഒരു മെഹദൂദിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു മധൂദിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. മന്തി അല്ലേ ഇത്, ആക്ച്വലി ഒരു മധൂദ്. പക്ഷെ മമ്മി ടയേർഡായി ഉണ്ടാക്കിയില്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല, കഴിച്ചിട്ട് ടയേർഡായി. അല്ല മമ്മി കുറേ നേരം നിന്ന് മമ്മിക്ക് അതായത് കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ മനുഷ്യന് കാര്യം എടുക്കാം. പിന്നെ ക്ലീൻ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ഐ മീൻ പാത്രം കഴുകുക, അതാണ് എളുപ്പം എന്ന് എനിക്ക് തോന്നണത്. കുക്ക് ചെയ്യണേക്ക് തന്നെ എളുപ്പം പാത്രം കഴുകുക. കാരണം പക്ഷേ മമ്മിക്ക് പാത്രം കഴുകണം നല്ല ഇഷ്ടം അല്ലേ? മമ്മിക്ക് കുക്കിംഗ് ആണ് ഇഷ്ടം. അപ്പോൾ എല്ലാ പാത്രങ്ങളും കഴുകി കഴിയുമ്പോൾ ഒരു പാത്രം ബാക്കി ഉണ്ടാവില്ലേ, ആ പാത്രമാണത്. ഞാനത് മമ്മി വന്നിട്ട് ആ പാത്രം എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചതായിരുന്നു. ഓക്കെ, അപ്പം ഇനി നമുക്കൊരു സിനിമ കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പപ്പ മുങ്ങണതിന് മുന്നേ പപ്പനെ സിനിമ കാണാൻ പിടിച്ച് നിർത്താം. അല്ലേ നിനക്ക് പപ്പ ഉറങ്ങിയിട്ട് കഴിഞ്ഞിട്ട് വരണേ സിനിമ കാണാൻ. പറ്റില്ല പോയിട്ട് വന്നിട്ട് പിന്നെ സമയം. ഓക്കെ, അപ്പോൾ എന്നാൽ ഞാൻ ഈ വ്ളോഗോടെ നിർത്തിയിട്ട് ഈ വ്ളോഗ് എഡിറ്റ് ചെയ്ത് ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇനി അത് ഒരു നാളത്തേക്കെന്ന് വെച്ചാൽ അതിനൊരു ഇതുണ്ടാവില്ല. അപ്പം ഇപ്പം തന്നെ അത് ചെയ്യാം. ഞാൻ അല്ല വൺ എഡിറ്റിങ്ങൊന്നും ഞാൻ ചെയ്യില്ല. ജസ്റ്റ് ഒന്ന് ഇതൊക്കെ എല്ലാം
അല്ല എനിക്കത് അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത വീഡിയോ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തൊന്ന് പോസ്റ്റ് ചെയ്യുന്നു. ലിപ്സ്റ്റിക്ക് നിന്നു, ഇത്രയും ഓയിലി ആയിട്ടുള്ളത് കഴിച്ചിട്ടും. ഓക്കെ, അപ്പോൾ ശരി, എന്നാൽ കാണാം. ഇനി പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ലഘുഭക്ഷണം കഴിക്കുമ്പോൾ കാണാം. ലഘുഭക്ഷണം ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, ബൈ ബൈ, സീ യു, എല്ലാം ടേക്ക് കെയർ. ഞാനൊന്ന് ചെറുതായിട്ട് ഉറങ്ങിയ ഗ്യാപ്പിൽ മമ്മി നെല്ലിക്കയുടെ അച്ചാറിട്ട് കഴിഞ്ഞിരുന്നു. കണ്ടാൽ തന്നെ ഒരു അടിപൊളി അച്ചാറാണെന്ന് തോന്നുന്നു. ഓ കൊതിയാണ്. പപ്പയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു, പപ്പ അപ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഉറങ്ങിയ കാരണമാണ് എനിക്ക് ആ റെസിപ്പി കാണിക്കാം. കനവിൽ നീത്തുമ്പോഴുമനിക്കാൻ ഒരു കവിത കൂടി പാടിക്കോ. ഞാൻ ജസ്റ്റ് കൂടെ പാടാം. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. കുറേ കാലമായി. ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എൻ്റെ കനവിൽ നീത്തുമായെന്നും ഓർമ്മ വയ്ക്കാം, ചാരുഹൃദയാഭിലാഷമായി കരുതി വയ്ക്കാം. എടുക്കട്ടെ? ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എൻ്റെ കനവിൽ നീ എത്തുമ്പോഴോ മനിക്കാൻ ഒരു മധുരമായി. അങ്ങനെ വരില്ലേ? ചില സമയത്ത് റെക്കോർഡ് ചെയ്യാതെ കിട്ടും. ചാരുഹൃദയാഭിലാഷമായി കരുതി വയ്ക്കാം. ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എൻ്റെ കനവിൽ നീ എത്തുമ്പോഴോ മനിക്കാം, ഒരു മധുരമായെന്നും ഓർമ്മ വയ്ക്കാം, ചാരുഹൃദയാഭിലാഷമായി കരുതി വയ്ക്കാം. ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എൻ്റെ കനവിൽ നീ എത്തുമ്പോഴോ മനിക്കാം. വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞ കിളികളാണു നാം. അശ്വമേധം പാടാം നോക്ക്. ഓക്കെ, അല്ലെങ്കിൽ മമ്മി സുപ്രഭാതം പാടും. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ, ഉത്തിഷ്ഠ കർത്തവ്യം ദേവമാതരം, ഉത്തിഷ്ഠ ഉത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ, ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു, മാതഃ സമസ്ത ജഗതാം വസുധൈതഭാരേ, വർഷോ വിഹാരിണി മനോഹര ദിവ്യമൂർത്തേ, ശ്രീ സ്വാമിനി ശ്രുതജനപ്രിയദാനശീലേ, ശ്രീ വെങ്കിടേശ ദൈതേ തവ സുപ്രഭാതം, തവ സുപ്രഭാതമരവിന്ദലോചനേ, തവ സുപ്രഭാതമരവിന്ദമണ്ഡലേ, മറന്നിരിക്കണോ? താക്കോലെടുക്കാൻ മറന്നിരിക്കണോ? എന്നെ സ്കൂളിൽ പഠിപ്പിച്ച കവിതയാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. ചെസ് നമ്പർ 1 ഓൺ സ്റ്റേജ്. ഓക്കെ.
ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. ഓ ഞാൻ 2 പ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ലേ? അത് അത് തന്നെ വരിക ആ മെമ്മറി. തലയിലത് കിടക്കുന്നുണ്ടതാണ്. പാടിയിട്ട് പറഞ്ഞ കുറേ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. നിങ്ങൾ കണ്ടോ ശിരസുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തൊരുന്മേഷമാണതിൻ കൺകളിൽ, എന്തൊരുന്മേഷമാണതിൻ കാൽകളിൽ. കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ സിദ്ധികൾ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ടു, വെട്ടി നേടിയതാണതിൻ സിദ്ധികൾ. മന്ത്രമായൂര പിഞ്ചിക ചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം. കോടി കോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വച്ചെൻ്റെ പിതാമഹർ കണ്ടതാണിക്കുതിരയെ. കാട്ടുമുള്ളിൽ തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ. കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ. എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ കുളമ്പുകൾ. തൃപ്തരാഷ്ട്രപ്രതാപങ്ങൾ തൻ കോട്ട കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ. എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളെ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ. അക്കുളമ്പടിയേറ്റു വീണുപോൽ അത്രയേറെ ഭരണകൂടങ്ങളും. അതെന്താ ചിരിച്ചപ്പോൾ മറന്നോ? അയ്യോ ഞാൻ സോറി. ഒന്നും കൂടെ അതൊന്ന് തുടങ്ങിയാൽ മതി, അപ്പോൾ കിട്ടും. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ. എത്രയെത്ര ശവകുടീരങ്ങളെ നൃത്തമാടിയതാണ് കുളമ്പുകൾ. തൃപ്തരാഷ്ട്രപ്രതാപങ്ങൾ തൻ കോട്ട കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ. എത്ര കൊറ്റ കൊടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ. അക്കുളമ്പടിയേറ്റു വീണുപോൽ അത്രയേറെ ഭരണകൂടങ്ങളും. പുഞ്ചിരോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ചു സഞ്ചരിച്ചൊരു ചെമ്പൻ കുതിരയെ. പണ്ടു ദൈവം കടിഞ്ഞാണുമായി വന്നു കൊണ്ടുപോയി സവാരിക്കിറങ്ങുവാൻ. പിന്നെ രാജകീയോന്മത്ത സേനകൾ വന്നു നിന്നു പടപ്പാളയങ്ങളിൽ. ആഗമത്തവേദികൾ വന്നു പോയി യോഗദണ്ഡിലി ദീനെ തളയ്ക്കുവാൻ. സേനകൾ വന്നു നിന്നു പടപ്പാളയങ്ങളിൽ. യുഗങ്ങളെ കുത്തി നിർത്തിയ മുത്തണിക്കുന്നുകൾ. അത് വീണ്ടും കൂടെ പോയല്ലോ. അത് എല്ലാ ലിറിക്സും തെറ്റാണ്, എല്ലാവരും ക്ഷമിക്കണം. അതെ, അതിന്
നീ എന്നെ ക്ഷമിക്കും, ഞാൻ പാടുമ്പോൾ ക്ഷമിക്കും ആൾക്കാര്. അമ്മ തന്നെ തെറ്റ് പഠിപ്പിച്ച കുട്ടി എങ്ങനെ നേരെ അല്ല, തെറ്റ് പഠിപ്പിച്ചതല്ല, അല്ല. പഠിപ്പിച്ചപ്പോൾ ശരിയായിരുന്നു. ഇപ്പോൾ കുറേ വർഷമായി പാടിയിട്ട് ചൊല്ലിയിട്ട് പഠിപ്പിച്ചപ്പോൾ കറക്റ്റായിരുന്നു. പഠിപ്പിച്ച മമ്മിയും മറന്നു, പഠിച്ച കുട്ടിയും മറന്നു. അത്രേ ഉള്ളൂ, അല്ല. അത്രേ ഞാൻ ചെയ്തോളൂ. അല്ല. അത്രയെങ്കിലും നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. LKG UKG 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് അത് പാടിയതല്ലേ. അപ്പം ശരി, ശുഭദിനം. ശുഭദിനമല്ല, ശുഭരാത്രി. ഗുഡ് നൈറ്റ്.